ലീഡ് എത്തിയിരിക്കുന്നു. വയനാട്ടിലെ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ ലീഡ് ഇപ്പോൾ 2500 കടന്നിരിക്കുന്നു. കാട്ടാക്കടയിൽ 1988 വോട്ടിന് ലീഡ് ചെയ്ത സ്ഥലത്താണ് UDF 650 വോട്ടിന് ലീഡ് എടുത്തത്. കാട്ടാക്കടയിൽ MR ബൈജു 445 വോട്ടുകൾക്ക് മുന്നിൽ. കാട്ടാക്കടയിൽ MR ബൈജു 445 വോട്ടുകൾക്ക് മുന്നിൽ. ഏറ്റുമാനൂർ VN വാസവൻ മന്ത്രി പിന്നിൽ. അപ്ഡേറ്റ് വരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക അപ്ഡേറ്റ് വരുമ്പോൾ തൃശൂരിൽ രാജൻ പല്ലന്റെ ലീഡ് 663 വോട്ടുകളാണ്. അതേസമയം ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷാണ് ലീഡ് ചെയ്യുന്നത്. ആദ്യ റൗണ്ടിൽ 1181 വോട്ടുകളാണ് നാട്ടകം സുരേഷ്. പി രാജീവും പിന്നിൽ, റോഷി അഗസ്റ്റിൻ പിന്നിൽ, VN വാസവൻ പിന്നിൽ, 3 മന്ത്രിമാർ, KB ഗണേഷ് കുമാർ, 4 മന്ത്രിമാർ പിന്നിൽ. 4 മന്ത്രിമാർ വ്യക്തമായ രീതിയിൽ തന്നെ പിന്നിട്ട് നിൽക്കുകയാണ്. അതിൽ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് ലീഡ് ഉയർത്തുന്നു. ഫാത്തിമ തഹലിയുടെ ലീഡ് 700 കടന്നു. ഫാത്തിമ തഹലിയുടെ ലീഡ് പേരാമ്പ്രയിൽ 700 കടന്നു. ഇടതുകോട്ടയാണ്, അവിടെ 700 കടന്നു. വണ്ടൂരിൽ വലിയ ലീഡിലേക്ക് KP അനിൽകുമാർ പോകുന്നു. രാജൻ പല്ലൻ ലീഡ് 663 കുറയുന്നു. വലിയ ലീഡ് UDF സ്ഥാനാർത്ഥികൾ നേടുന്നു. ആര്യാട് ചൗക്കത്ത് 510 വോട്ടുകൾക്ക് മുന്നിൽ. KN ബാലഗോപാലാണ് കൊട്ടാരക്കരയിൽ ലീഡ് ചെയ്യുന്ന മന്ത്രിമാരിൽ പ്രമുഖൻ. KN ബാലഗോപാലാണ്. ആദ്യ ഘട്ടം മുതൽ തന്നെ ബാലഗോപാൽ ലീഡ് ചെയ്യുന്നുണ്ട്. സതീഷ് കൊച്ചുപറമ്പിൽ കോന്നിയിൽ 162 വോട്ടുകൾക്ക് മുന്നിൽ. കോന്നിയിൽ പോലും UDF ലീഡ് വരുന്നു. അടൂരിൽ പ്രജി കണ്ണന്റെ ഒരു ലീഡുണ്ട്. 110 വോട്ടുകളാണ് എന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൽപ്പറ്റയിലും കോങ്ങാടും ഒന്നാം റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. കൽപ്പറ്റയിൽ 2122 വോട്ടിന് ടി സിദ്ദിഖ് മുന്നിൽ നിൽക്കുന്നു. കോങ്ങാട് LDFും UDFും ഒപ്പത്തിനൊപ്പം. തീർച്ചയായും സജി ചെറിയാന്റെ ലീഡ് 1000 കടന്നു. ചെങ്ങന്നൂരിൽ സജി ചെറിയാന്റെ ലീഡ് 1000 കടന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം 117 വോട്ടുകൾക്ക് മുന്നിലാണ്. പുതുക്കാട് KK രാമേന്ദ്രൻ 37 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ള കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാസർഗോഡ് കല്ലട മാഹീൻ 1746 വോട്ടുകൾ. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നു എന്നതാണ്. 72 സീറ്റുകളിലേക്ക് 71+1 സുധാകരനും കൂട്ടണം. 71+1 72ലേക്ക് ഇപ്പോൾ UDF കേവല ഭൂരിപക്ഷം. UDFന് അനുകൂലമായ ഒരു ട്രെൻഡിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പലയിടങ്ങളിലും LDF കഴിഞ്ഞ തവണ ലീഡ് ചെയ്ത ഒന്നാം റൗണ്ടുകളിൽ ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നു. കളമശ്ശേരി അതിനൊരു ഉദാഹരണമാണ്, ഉടുമ്പൻചോല ഉദാഹരണമാണ്, പത്തനാപുരം ഉദാഹരണമാണ്. അല്ലെ, വലിയ ട്രെൻഡാണ്. എറണാകുളം ജില്ലയിൽ, ഇടുക്കി ജില്ലയിൽ, വയനാട് ജില്ലയിൽ ഒക്കെ വലിയ ട്രെൻഡ് UDFന് അനുകൂലമായി ഉണ്ട്. നമ്മൾ പറഞ്ഞ ഒരു ട്രെൻഡിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പീരുമേട്ടിൽ സിറിയക്ക് പീരുമേട്ടിലും UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് 1580 വോട്ട് ലീഡ് ചെയ്യുന്നു. അവിടെ മന്ത്രി VN വാസവൻ പിന്നിലാണ്. അതേസമയം വയനാട് സുൽത്താൻ ബത്തേരിയിലും UDFന് വൻ ലീഡാണ്. 2000 മുഹമ്മദ് ഷിയാസ് ലീഡ് 5000 കടന്നു. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് ലീഡ് 5000 കടന്നു. വലിയ കണക്കാണ്. കൊച്ചിയിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായി 5000 ലീഡ് കടക്കുന്ന സ്ഥാനാർത്ഥിയായി VD സതീശന്റെ വിശ്വസ്തൻ മുഹമ്മദ് ഷിയാസ് മാറുന്നു. ഔദ്യോഗിക അപ്ഡേറ്റുകൾ വരുന്നു. 4 ആദ്യ റൗണ്ട് ഫലങ്ങളാണ് ലീഡ് നിലകൾ പങ്കുവെക്കുന്നത്. അതിൽ നാട്ടികയിൽ CPIയുടെ ലീഡ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. നാട്ടികയിൽ CPI നേടുന്ന ലീഡ് 859 വോട്ടുകളുടെ ലീഡാണ് ആദ്യ റൗണ്ടിൽ നേടുന്നത്. രണ്ടാമത് BJP ആണ്. അവിടെ CC മുകുന്ദനാണ് രണ്ടാമത്. നാട്ടികയിൽ NDA ആണ് രണ്ടാമത് നിൽക്കുന്നത്. മൂന്നാമതാണ് അവിടെ സുനിൽ ലാലൂർ. ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തൃശൂർ നാട്ടികയിൽ LDF മുന്നിൽ. മുൻ MLA ഗീതാ ഗോപി മുന്നിട്ട് നിൽക്കുന്നു. മുൻ MLA CC മുകുന്ദനാണ് രണ്ടാമത്. അല്ലെ, ബാലകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നു. മന്ത്രിമാർ പിന്നിലാണ്. VN വാസവൻ പിന്നിലാണ്. റോഷി അഗസ്റ്റിൻ പിന്നിലാണ്. 1 ഡസൻ മന്ത്രിമാർ തോക്കും എന്നതായിരുന്നു VD സതീശൻ പറഞ്ഞിരുന്നത്. അതിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് സംശയിക്കണം. കാസർഗോഡ് വലിയ ലീഡിലേക്ക് ലീഗ് സ്ഥാനാർത്ഥി കല്ലട മാഹീൻ കുതിക്കുന്നു. 4177. അവിടെ ആദ്യഘട്ടത്തിലൊക്കെ NDAയുടെ നേടിയ ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 4177 വലിയ ട്രെൻഡാണ്. കാസർഗോഡ് അത്തരത്തിലുള്ള ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടായിരിക്കുന്നു എന്നതിന് ഉദാഹരണമാണ്. മുഹമ്മദ് ഷിയാസിന്റെ ഭൂരിപക്ഷമാണ് അത്ഭുതം. 5000 കടന്നിരിക്കുകയാണ് ഈ റൗണ്ടുകളിൽ. IC ബാലകൃഷ്ണൻ 2600 കടന്നിരിക്കുന്നു. MJ സെബാസ്റ്റ്യൻ പൂഞ്ഞാറിൽ 348 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പള്ളിക്കുന്നത്ത് TV ഇബ്രാഹിം 1052 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ 1800 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മാത്യു കുഴൽനാടൻ തുടർച്ചയായി ലീഡ് നിലനിർത്തുന്നുണ്ട്. 709 വോട്ട് നേടി ലീഡ് നിലനിർത്തുന്നു കൊല്ലത്ത് ബിന്ദു കൃഷ്ണ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ള 5 വർഷങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. അതിന്റെ ഫലം കിട്ടുന്നു. കൊല്ലത്ത് ലീഡ് നിലനിർത്തുന്നു ബിന്ദു കൃഷ്ണ.
VN വാസവൻ പിന്നിൽ, വലിയ പിന്നോക്കമാണ് VN വാസവൻ. 1180 വോട്ടുകൾക്ക് VN വാസവൻ പിന്നിൽ. മന്ത്രിമാർ പിന്നിൽ പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും അപ്ഡേറ്റ് എന്ന് പറയുന്നു. മന്ത്രിമാർ പലരും പിന്നിൽ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളിലും ഒക്കെ വലിയ തിരിച്ചടി നേരിടുന്നു എന്നതാണ് VN വാസവന്റെ കുന്നംകുളത്ത് PT അജയമോഹൻ 41 വോട്ടുകൾക്ക് മുന്നിൽ. കുന്നംകുളത്ത് PT അജയമോഹൻ 41 വോട്ടുകൾക്ക് മുന്നിൽ. മാണി കാപ്പൻ പരിങ്ങലിൽ ആദ്യ റൗണ്ടിൽ മാണി കാപ്പൻ മുന്നിലായിരുന്നു. പക്ഷേ ഇപ്പോൾ പരിങ്ങലിൽ എന്ന വിവരം വരുന്നു. പാലയിൽ ആരാണ് അപ്പൊ? ജോസ് കെ മാണി മുന്നിൽ അല്ലേ? തിരുവമ്പാടിയിൽ CK കാസിം 1050 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവമ്പാടിയിൽ CK കാസിം 1050 വോട്ടുകൾക്ക് മുന്നിൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സംസ്ഥാനത്ത് UDFന്റെ സീറ്റ് നില 75 ആയി. 75 സീറ്റുകളിൽ UDF മുന്നിൽ. 58 സീറ്റുകളിൽ മാത്രമായി ഇപ്പോൾ ഒതുങ്ങുകയാണ്. 3812 വോട്ടുകൾക്ക് ഷംസുദ്ദീൻ മുന്നിലാണ്. ഷംസുദ്ദീൻ മണ്ണാർക്കാട് 3812 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. മണ്ണാർക്കാട് അമ്പലപ്പുഴയിൽ H സലാം മുന്നിലെത്തിയിരിക്കുന്നു. അമ്പലപ്പുഴ ജിസ്വാരം പുറകിലേക്ക് 749 വോട്ടുകൾക്ക്. 3154 വോട്ടിന്റെ ലീഡ് എടുത്തിരിക്കുന്നു. ഷിബു ബേബി ജോൺ ചവറയിൽ 1815 വോട്ടുകൾക്ക് മുന്നിൽ. ഷിബു ബേബി ജോൺ 1815 വോട്ടുകൾക്ക് മുന്നിൽ. നേരത്തെ പറഞ്ഞ പോലെ അമ്പലപ്പുഴയിൽ H സലാം മുന്നിൽ വരുന്നു. ജിസ്വാരൻ പരാജയപ്പെടുമോ? അവിടെ കാത്തിരുന്ന് കാണണം. കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.